ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചന കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രേവിയാണ്, ഒരു കുറുമ പോലെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ കറിയാണ്. അപ്പോൾ നമുക്കത് വെള്ളപ്പം, പത്തിരി, ചപ്പാത്തി, നൂൽപ്പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റിലൊരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്ക് കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. നിങ്ങൾക്ക് ഇത്ര കടല വേണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് കടല എടുത്തിട്ടുണ്ട്. കടല ആവശ്യമില്ലെങ്കിൽ കുറച്ച് കടല കുറക്കാം, ഇത്രയും കട്ടിയൊന്നും വേണ്ടെങ്കിൽ. ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളകും ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു വലിയൊരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റുമാണ് ചേർത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പൊട്ടറ്റോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ കടല നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്, എന്നാലും രണ്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. കാരണം തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണല്ലോ. നമുക്കത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കിതിനുള്ള ഒരു മസാല ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയൊരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കാന്ന് വെച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് ഉടയുക എന്നുള്ളതാണ്. നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്തൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കാം. മസാലയും ഒക്കെ കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കൂടിയിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ടൊന്ന് വരട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് വേണ്ട, കാരണം ഭയങ്കരമായിട്ട് കറി കുറുകി പോകും. പിന്നെ ഒരു 10 കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചതാണ്. ഇത് കറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു പട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയും അരപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ മിക്സി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായി കുറുകി വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത്
ഇപ്പോൾ കറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇങ്ങനെ ഇരിക്കും തോറും അങ്ങനെ കുറുകി വരും. കാരണം തേങ്ങ ഒക്കെ പിന്നെ ഞാൻ അരക്കുമ്പോൾ കുറച്ച് കടല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ അരക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ചേർക്കണ്ട, കാരണം ഇത് നല്ല കുറുകി വരും, അല്ലെങ്കിലും കാഷ്യൂ ഒക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ചേർക്കണമെങ്കിൽ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഓൾറെഡി നല്ല കുറുകിയ കറി ആയതുകൊണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്നും ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വെള്ളപ്പം, പത്തിരി, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നൂൽപ്പിട്ട് എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു അടിപൊളി കറിയാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന കറിയിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട്, നമ്മളിപ്പോഴും കടല മാത്രമാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.